നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തി. ദക്ഷിണേന്ത്യയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ബി.ജെ.പിക്കായി നരേന്ദ്രമോദി തന്നെയാണ് നേരിട്ടിറങ്ങിയിട്ടുള്ളത്. 3 മാസത്തിനിടെ 5-ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. ബി.ജെ.പി വലിയ പ്രതീക്ഷയർപ്പിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വൻ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ സന്ദർശനം വോട്ടാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കില്ല എന്നാണ് LDF, UDF നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. എല്ലാ വിഭാഗം ജനങ്ങളും മോദിയെ വരവേൽക്കുന്നു എന്നുള്ളത് മാറ്റത്തിന്റെ സൂചനയാണ്. കേരളം ഇത്തവണ മാറുക തന്നെ ചെയ്യും. ഈ മണ്ഡലവും ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. വീണ്ടും അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ പരിപാടികൾ വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര നേതൃത്വം അതിൽ ഉചിതമായ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും. ഇതുകൊണ്ട് ബി.ജെ.പിക്ക് എന്തെങ്കിലും വോട്ടെന്തെങ്കിലും കിട്ടാൻ പോകുന്നു. അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,18,000 വോട്ട് കിട്ടി. ആ വോട്ട് എന്തായാലും ബി.ജെ.പിക്ക് ഇപ്രാവശ്യം ഇവിടെ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ബി.ജെ.പി ജയിച്ചു പോകുമെന്ന ഒരു ധാരണയും ആർക്കും വേണ്ട. മോഡി എത്ര തവണ കേരളത്തിൽ വരുന്നു അത്രയും UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്ന് തന്നെയാണ്. നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങളുമായുള്ളത്. നിഖിൽ, 3 മാസത്തിനിടെ 5 തവണയാണ് പ്രധാനമന്ത്രി എത്തിയിട്ടുള്ളത്. ഇനിയും അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമെന്നതിന്റെ സൂചനകളൊക്കെ ഉണ്ട് താനും. റോഡ് ഷോയിൽ അദ്ദേഹം അവസാനിപ്പിച്ചു. ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാനോ എന്തെങ്കിലും സംസാരിക്കാനോ അദ്ദേഹം നിന്നില്ല എന്നുള്ളതാണ്. വലിയ ആവേശമാണോ പ്രവർത്തകർക്ക് ഇന്ന് മോദിയുടെ സന്ദർശനത്തിലൂടെ ഉണ്ടായത്? തീർച്ചയായിട്ടും അനുജ, ഇത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു പരിപാടിയാണ് പാലക്കാട്ടേത്. 15-നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ കോയമ്പത്തൂരിൽ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പരിപാടി കൂടി നേരത്തെ ക്രമീകരിച്ചതുണ്ടായിരുന്നതിനാൽ പാലക്കാട്ടെ പരിപാടി അതിന് തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരുന്നു. ഏതാണ്ട് 50,000-ഓളം ആളുകളെയാണ് ബി.ജെ.പി നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത്. കനത്ത സുരക്ഷയായിരുന്നു. ഇന്നലെ കോയമ്പത്തൂരിൽ കണ്ടതിനേക്കാൾ നേരെ ഇരട്ടി സുരക്ഷയാണ് പാലക്കാട് ഉണ്ടായിരുന്നത്. SPG തന്നെയാണ് രണ്ടിടത്തും സുരക്ഷ ഒരുക്കുന്നതെങ്കിലും പാലക്കാട് അത് വളരെ കൂടുതലായിരുന്നു. എന്നിരിക്കെ പോലും ബാരിക്കേഡുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാൻ ഒരുപാടധികം ബി.ജെ.പി പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഏതാണ്ട് 10:45 ആരംഭിച്ച റോഡ് ഷോ 20 മിനിറ്റ് മാത്രമാണ് നീണ്ടു നിന്നത്. വളരെ സന്തോഷവാനായിരുന്നു പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ റോഡ് ഷോ പോകുന്ന തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ഒപ്പം പൊന്നാനി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത, മലപ്പുറം സ്ഥാനാർത്ഥി അതിൽ ഉണ്ടായിരുന്നില്ല, അതൊരു വിവാദമായി മാറുകയും ചെയ്തു. ഒപ്പം പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, അവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ റോഡ് ഷോ കടന്നു വന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇരു ഭാഗങ്ങളിലും ഒരുപാടധികം ആളുകൾ രാവിലെ മുതൽ തന്നെ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്തും പ്രധാനമന്ത്രി തിരിച്ച് കൈകൂപ്പി കാണിച്ചുമൊക്കെയാണ് കടന്നുപോയത്. ആളുകൾ പുഷ്പവൃഷ്ടി നടത്തി അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ റോഡ് ഷോ കടന്നുപോയത്. റോഡ് ഷോ കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹം സേലത്തേക്ക് മടങ്ങുകയും ചെയ്തു. റോഡ് ഷോയ്ക്ക് ശേഷം K. സുരേന്ദ്രൻ അടക്കം പ്രതികരിച്ചത് വലിയ ഇമ്പാക്റ്റ് ഇത് പാലക്കാട് ഉണ്ടാക്കുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഇത്രയും ആളുകളെ കാണുമ്പോൾ പാലക്കാട് വിജയിക്കുമെന്ന് തോന്നുന്നു എന്നുള്ളതാണ്. അതാണ് സ്ഥാനാർത്ഥികളോടും അദ്ദേഹം പങ്കുവച്ചൊരു കാര്യം. അത് മാത്രമല്ല, ഇതിന്മേൽ ചില രാഷ്ട്രീയ വിവാദങ്ങളും ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ആ സൗണ്ട് ബൈറ്റിൽ കണ്ടതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത് എപ്പോഴും കൂടുതൽ തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഗുണം UDF-ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ തവണ അദ്ദേഹം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം AK ബാലൻ പറയുന്നത് ഒരു മാറ്റവും പ്രധാനമന്ത്രി നിരന്തരം കേരളത്തിൽ വന്നു പോയാലും അത് ഒരു തരത്തിലുള്ള മാറ്റവും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യം തന്നെയായിരുന്നു ഇന്നലെ VK ശ്രീകണ്ഠനും UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും LDF സ്ഥാനാർത്ഥി A. വിജയരാഘവനും പറഞ്ഞു വെച്ചത്. നരേന്ദ്രമോദിയുടെ പാലക്കാട്ടെ റോഡ് ഷോയുടെ വിവരങ്ങളാണ് നിഖിൽ പ്രമേശ് നൽകിയത്. അതിനിടെ നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു വിവാദവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ കയറാൻ കഴിയാതെ മലപ്പുറത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി ഡോക്ടർ M. അബ്ദുൽ സലാം മടങ്ങിപ്പോയി എന്നുള്ളതാണ്. SPG ലിസ്റ്റിൽ പേരില്ലാത്തതിനാലാണ് സ്ഥാനാർത്ഥിക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതെ മടങ്ങിയ ഡോക്ടർ M. അബ്ദുൽ സലാമിനെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഫോണിൽ വിളിച്ചു. പരാതിയില്ലെന്നും വിവാദം അനാവശ്യമാണെന്നും അബ്ദുൽ സലാം 24-നോട് പറഞ്ഞു. ഞാൻ പോയത് മോഡിജി അടുത്ത് വരുന്നുണ്ട്, മോഡിജിയെ കാണണം, ഗ്രീറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം, പറ്റുമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിവിടെ കൊണ്ടുവരാൻ ശ്രമം നടത്തണം, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. അത് ഭംഗിയായിട്ടാണ്. എനിക്ക് നല്ല പ്രൈം മിനിസ്റ്റർ കുട്ടിലൊക്കെ കിട്ടി. അത്ര ക്രിയേറ്റീവ് സ്റ്റോറീസ്. പ്രൈം മിനിസ്റ്റർ വണ്ടി കയറണമെന്ന് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഏത് BJP-കാരനാണ് ഉള്ളത്? വിവാദം ആൾക്കാരുണ്ടാക്കുന്ന വിവാദത്തിന് എന്ത് പ്രതികരിക്കുക? നിങ്ങൾ വിവാദം ഉണ്ടാക്കി യു വിൽ ഡൈ വിത്ത് വിവാദം. ഐ വിൽ ലാഫ് വിത്ത് വിവാദം. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, ഇതിൽ തനിക്ക് പരാതിയില്ല എന്നൊക്കെ സ്ഥാനാർത്ഥി പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പേര് ലിസ്റ്റിൽ വന്നില്ല എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം?
തീർച്ചയായും അനുജ, അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ അല്പം മുമ്പ് നിഖില പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണ്. കാരണം ഈ വണ്ടിയിൽ, പ്രധാനമന്ത്രിക്കൊപ്പമുള്ള വണ്ടിയിൽ കയറാൻ 3 പേർക്കായിരുന്നു പ്രധാനമായിട്ടും അനുമതി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതൊന്ന് പാലക്കാടത്തെ സ്ഥാനാർത്ഥി, മറ്റൊന്ന് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി, മറ്റൊന്ന് മലപ്പുറത്തെ സ്ഥാനാർത്ഥി. ഇങ്ങനെ ഈ 3 സ്ഥാനാർത്ഥികളെ കയറ്റാൻ വേണ്ടിയായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ നരേന്ദ്രമോദി വരികയും പ്രധാനമന്ത്രി വരികയും റോഡ് ഷോ ആരംഭിക്കാൻ പോകാൻ തുടങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ സ്ഥാനാർത്ഥികളുടെ പേര് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിളിക്കുകയും പിന്നീട് തന്റെ പേരില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് ഒരു വിവാദമാക്കേണ്ട സാഹചര്യമൊന്നുമില്ല. കാരണം തന്നോട് ഇത്തരത്തിൽ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞ് ആരും തന്നെ ക്ഷണിച്ചിട്ടില്ല. താൻ പ്രധാനമന്ത്രിയെ കാണുകയും അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അതിനപ്പുറത്ത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള പരാതിയും ഇല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം ആ വേദി പങ്കിടണമെന്ന്, അല്ലെങ്കിൽ ആ റോഡ് ഷോയിൽ പങ്കെടുക്കണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആർക്കാണ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഒരു വേദി കിട്ടിയാൽ അത് നിരസിക്കുക? അതുകൊണ്ട് തന്നെ തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇത് വലിയ വിവാദമാവുകയും മാധ്യമങ്ങളിൽ ഇത് വാർത്ത വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന നേതാക്കൾ പലരും അദ്ദേഹത്തെ വിളിക്കുകയും എന്താണ് ഈ വിവാദങ്ങൾക്ക് ആധാരമായിട്ടുള്ള സംഭവം എന്ന് അദ്ദേഹത്തോട് തിരക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഘട്ടത്തിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവുമില്ല, തനിക്ക് ഒരു വിവാദത്തിന് താല്പര്യവുമില്ല, തനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറയാനുമില്ല. കാരണം തന്റെ പേരുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ താനും പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്ത് താൻ ഒരു വിവാദങ്ങൾക്കും താൻ എന്തായാലും നേതൃത്വം നൽകിയിട്ടില്ല, ഇത് മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഈ 3 സ്ഥാനാർത്ഥികളെ പരിഗണിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാളെ മാത്രം അത് ഒഴിവാക്കിയതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും അദ്ദേഹം തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും എന്നാൽ മറ്റു വിവാദങ്ങൾക്കില്ല എന്നൊരു കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതാണ് പൊന്നാനി പാലക്കാട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് മലപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഇടം കിട്ടിയില്ല, അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് ലിസ്റ്റിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം.